ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്കണോമിക്സ് പ്രൊജക്റ്റ് ടോപ്പിക്സ് ആണ് നോക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ 7 ടോപ്പിക്സ് പറയുന്നുണ്ട്. ഈ 7 ടോപ്പിക്ക് എന്ന് പറയുന്നതും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ചൂസ് ചെയ്യാൻ പറ്റുന്ന റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഏതൊരാൾക്കും പെട്ടെന്ന് ഡാറ്റ കിട്ടുന്ന, അതായത് അധികം ആളുകൾക്കും എളുപ്പത്തിൽ ഡാറ്റ കിട്ടാവുന്ന ടോപ്പിക്കുകളാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഓരോ ടോപ്പിക്കിലും ഞാൻ ഓരോ സ്റ്റഡി ഏരിയ ചൂസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, അതായത് നിങ്ങൾക്ക് ഡാറ്റ കിട്ടുന്നതനുസരിച്ച് സ്റ്റഡി ഏരിയയിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഏതൊരാൾക്കും ഇത് ചൂസ് ചെയ്യാം. അതായത് ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന വയനാടാണെങ്കിൽ വയനാട്ടിലുള്ളവർക്ക് മാത്രമല്ല ഇത് ചൂസ് ചെയ്യാൻ പറ്റുക. നിങ്ങൾക്ക് ഡാറ്റ കിട്ടുന്നതാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടോപ്പിക്കുകൾ ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് ഈ ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 7 എണ്ണമാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ടോപ്പിക്ക് എക്കണോമിക്സ് ഓഫ് ലോട്ടസ് ഫാമിംഗ് ആണ്. ഇന്ന് പല ആളുകളും ലോട്ടസ് ഫാമിംഗ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂലേ. ലോട്ടസ് ഫാമിംഗ് എന്ന് പറയുമ്പോൾ എന്തിനൊക്കെയാണ്? ഒന്നെങ്കിൽ താമരയുടെ പൂക്കള്, അതുപോലെ തന്നെ മുട്ടുകളൊക്കെ നമ്മൾ ബൊക്കേക്കും മാലയ്ക്കൊക്കെ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ആ കേസ് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ, അതായത് ഡാറ്റ അവൈലബിൾ ആണെങ്കിൽ അത് ചെയ്യാം. അല്ലെങ്കിൽ ഇന്ന് പല ആളുകളും എന്താണ് പാത്രങ്ങളിലും, അതായത് വീടിന്റെ മുറ്റത്തും ടെറസിലൊക്കെ എന്താണ് പാത്രങ്ങൾ വെച്ചിട്ട് അതിൽ താമര നടന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. എന്നിട്ട് അവരെന്താണ് ചെയ്യുന്നത്? ഈ താമരയുടെ ട്യൂബർ എടുത്തിട്ട് അത് സെയിൽ ചെയ്യാണ് ചെയ്യുന്നത്. യൂട്യൂബിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, പല ആളുകളും യൂട്യൂബിലൂടെ താമരേന്റെ ട്യൂബറുകൾ സെയിൽ ചെയ്യുന്നുണ്ട്. ധാരാളം ആളുകൾ അങ്ങനെ വാങ്ങുന്നുണ്ട്. അപ്പൊ ഈ താമര കൃഷി ചെയ്യുന്നവരുടെ കോസ്റ്റ് എത്രയാണ്, അതായത് അവർക്ക് എത്രത്തോളം കോസ്റ്റ് വരുന്നുണ്ട്, അവർക്ക് എത്രത്തോളം റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അതുപോലെ അവരെന്തൊക്കെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടാവാം. പല പ്രോബ്ലംസും അവർ ഫേസ് ചെയ്യുന്നുണ്ടാവാം. അപ്പൊ അതേതൊക്കെയാണ്? പിന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ്? ഈ പൂക്കളും ട്യൂബേഴ്സൊന്നും ഉൽപ്പാദിപ്പിച്ചാൽ മാത്രം പോരല്ലോ, അത് സെയിൽ ചെയ്യണ്ടേ, എന്നാലേ റവന്യൂ കിട്ടൂ. അപ്പൊ അതിനവർ ചൂസ് ചെയ്തിരിക്കുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഏതാണ്? പലരും ഇപ്പൊ യൂട്യൂബിലൂടെ സെയിൽ ചെയ്യുന്ന കണ്ടിട്ടില്ലേ. അപ്പോൾ അങ്ങനെ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ടോപ്പിക്കിലൂടെ നോക്കാവുന്നതാണ്. നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക്കാണ് എക്കണോമിക് ഇമ്പാക്റ്റ് ഓഫ് ഓൺലൈൻ ഫുഡ് ഡെലിവറി സിസ്റ്റം എമോങ് റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രീസ് ഇൻ കേരള വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു വയനാട്. ഓൺലൈൻ ഫുഡ് ഡെലിവറി സിസ്റ്റത്തിന്റെ എക്കണോമിക് ഇമ്പാക്റ്റ് ആണ് നമ്മൾ നോക്കുന്നത്. അതായത് റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രീസിൽ ഓൺലൈൻ ഫുഡ് ഡെലിവറി സിസ്റ്റം എന്തൊക്കെ എക്കണോമിക് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇന്ന് പല ആളുകളും എങ്ങനെയാണ് ഫുഡ് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തിട്ടാണ് വാങ്ങുന്നത്. പല ആളുകളും ഓൺലൈനായിട്ട് വാങ്ങുകയാണ്. ഇന്ന് അതാണ് ഏറ്റവും കൂടുതൽ ആളുകളും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഓൺലൈൻ ഫുഡ് ഡെലിവറി സിസ്റ്റം എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. നമുക്ക് ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓൺലൈൻ ഡെലിവറി ആപ്സ് എന്ന് പറയുന്നത് ധാരാളം ഉണ്ട്. പലതും നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതിൽ കുറച്ച് എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. സൊമാറ്റോ, സ്വിഗ്ഗി, പിസ്സ ഹട്ട്, ഈറ്റ് ഷുവർ, ഈറ്റ് ഫിറ്റ്, ഡൊമിനോസ് പിസ്സ എന്നിവയൊക്കെ ഇന്ത്യയിലെ ചില ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്സിന് എക്സാമ്പിൾ ആണ്. അപ്പം നമുക്ക് ഇവയുടെ കേസൊക്കെ എടുത്തിട്ട് നമുക്ക് സ്റ്റഡി നടത്താം. ഇപ്പോൾ സ്റ്റഡി നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്ന ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പ് ഏതാണ്, അതുപോലെ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രീസിൻ്റെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻകം ഇൻക്രീസ് ചെയ്യാൻ ഈ ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്സ് സഹായിക്കുന്നുണ്ടോ, എന്തൊക്കെ എക്കണോമിക് ഇമ്പാക്റ്റ് ആണ് ഇത് കാരണം ഉണ്ടാവുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടോപ്പിക്കാണിത്. അപ്പൊ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പ്രോബ്ലംസ് ആൻഡ് പ്രോസ്പെക്ട്സ് ഓഫ് പെറ്റ് ഷോപ്സ് അല്ലെങ്കിൽ പെറ്റ് കെയർ ഇൻഡസ്ട്രി. പല ആളുകളും എന്താണ് ഇന്ന് പെറ്റ്സിനെ സെയിൽ ചെയ്യുന്ന ഷോപ്പുകൾ നടത്തുന്നുണ്ട്, പെറ്റ് ഷോപ്സ് അല്ലെങ്കിൽ പെറ്റ് കെയർ ഇൻഡസ്ട്രി. അപ്പൊ ഇതിൽ അവർക്ക് പലതരത്തിലുള്ള ചെലവ് അവർക്ക് വേണ്ടി വരൂലേ. കാരണം ഈ പെറ്റ്സിന് സെയിൽ ചെയ്യുന്നത് വരെ അവർക്ക് പലതരത്തിലുള്ള ചെലവില്ലേ. ഇപ്പൊ ഫുഡൊക്കെ കൊടുക്കണം, അതിനെല്ലാം ധാരാളം ചെലവ് വരും. അപ്പൊ അങ്ങനെ എന്തൊക്കെ ചെലവുകൾ അവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട്, അതുപോലെ ഇതിന് സെയിൽ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് എത്രത്തോളം റവന്യൂ കിട്ടുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇതിൽ നിന്ന് ലാഭം കിട്ടുന്നുണ്ടോ, പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ നമ്മൾ നോക്കണ്ടേ. എത്രത്തോളം പ്രോഫിറ്റ് എന്തായാലും ഓഫ് കോഴ്സ് കിട്ടുന്നുണ്ട്. അപ്പൊ ആ പ്രോഫിറ്റ് എത്രത്തോളമാണ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ടോപ്പിക്കിലൂടെ അനലൈസ് ചെയ്യാം. അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് പ്രോബ്ലംസ് ആൻഡ് പ്രോസ്പെക്ട്സ് ഓഫ് ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം ഇൻ കേരള വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു വയനാട്. ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം നമ്മൾ പലരും യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ പലരും എന്നല്ല, ഏകദേശം എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് ഇവ. സൈലം, ബൈജൂസ്, അൺഅക്കാദമി, അങ്ങനെ കുറേ എണ്ണം നമുക്ക് പരിചിതമായിട്ടുള്ളതുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ സ്റ്റഡി നടത്തുമ്പോൾ സ്റ്റുഡൻസിനിടയിൽ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ആരൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ഉപയോഗിച്ചിട്ടുണ്ട്, അതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്, എല്ലാവർക്കും ഒരുപോലെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ,
ഇത് പറ്റാത്തവരുണ്ടോ? അതായത് ഇത് ഉപയോഗിക്കാൻ ചിലപ്പോൾ അവരുടെ പൈസയുടെ സാഹചര്യം കൊണ്ട്, അവരുടെ എക്കണോമിക് കണ്ടീഷൻസ് കൊണ്ട് ഉപയോഗിക്കാൻ പറ്റാത്തവരുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. ഒന്നെങ്കിൽ കമ്പാരിസൺ സ്റ്റഡി നടത്താം, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ ടോട്ടലായിട്ട് ഒരു സ്റ്റഡി നടത്തിയാലും മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റഡി നടത്താവുന്നതാണ്. നമ്മൾ ഇതുവരെ 4 ടോപ്പിക്കുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് 5ാമത്തെ ടോപ്പിക്കാണ്, പ്രോബ്ലംസ് ആൻഡ് പ്രോസ്പെക്ട്സ് ഓഫ് ഓർണമെന്റൽ ഫിഷ് ട്രേഡ്. ഓർണമെന്റൽ ഫിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലങ്കാര മത്സ്യങ്ങളാണ്. നമ്മൾ അക്വേറിയം കണ്ടിട്ടില്ലേ? പല വീടുകളിലും അക്വേറിയംസ് ഉണ്ടാവും. ഈ അക്വേറിയത്തിൽ എന്താണ്? ഓർണമെന്റൽ ഫിഷിനെയാണ് വളർത്തുന്നത്, അതായത് ഗോൾഡൻ ഫിഷ് പോലെയുള്ളത്. ഈ ഓർണമെന്റൽ ഫിഷ് ട്രേഡിന്റെ പ്രോബ്ലംസ് ആൻഡ് പ്രോസ്പെക്ട്സ് നോക്കുകയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ചെയ്യുന്നത്. ഓർണമെന്റൽ ഫിഷ് എന്ന് പറയുന്നത് ഇന്ന് പല ആളുകളും അതിനെ വാങ്ങുന്നുണ്ട്. ഇപ്പൊ പല ആളുകളുടെ വീട്ടിലും അക്വേറിയം ഉണ്ട്. അപ്പൊ അക്വേറിയത്തിൽ ഇടാൻ വേണ്ടിയിട്ട് ഇതിനെ വാങ്ങണ്ടേ? അപ്പൊ ഇതിന്റെ ട്രേഡിന്റെ പ്രോബ്ലംസ് ആൻഡ് പ്രോസ്പെക്ട്സ് നമുക്ക് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിന്റെ ലക്ഷ്യം. ഇതിൽ നിന്നും എത്രത്തോളം വരുമാനം ഇത് ചെയ്യുന്നവർക്ക് കിട്ടുന്നുണ്ട്, അതുപോലെ എന്തായാലും പ്രോബ്ലംസ് നേരിടുന്നുണ്ടാവും, അതെന്തൊക്കെയാണ്, കോസ്റ്റ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എക്കണോമിക് ഇമ്പാക്ട്സ് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഓൺ ലൈഫ് സ്റ്റോക്ക് സെക്ടർ. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുമ്പോൾ ലൈഫ് സ്റ്റോക്ക് സെക്ടറിനെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ ഇൻകത്തെയൊക്കെ എങ്ങനെ ബാധിക്കുന്നു, നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത് നമുക്ക് എന്തായാലും അറിയാം. അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി നടത്തുന്നത്. ഈ സ്റ്റഡി നടത്തുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലയും നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്, വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ലൈഫ് സ്റ്റോക്ക് സെക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ എക്കണോമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമ്മുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ സ്വാധീനിക്കുന്ന, അല്ലെങ്കിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ലൈഫ് സ്റ്റോക്ക് സെക്ടർ. അപ്പോൾ അതിനെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നോക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അപ്പം നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പ്രോബ്ലംസ് ആൻഡ് പ്രോസ്പെക്ട്സ് ഓഫ് സ്ട്രീറ്റ് വെൻഡോസ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു മാനന്തവാടി താലൂക്ക്. സ്ട്രീറ്റ് വെൻഡോസിന്റെ പ്രോബ്ലംസ് ആൻഡ് പ്രോസ്പെക്ട്സ് അനലൈസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. സ്ട്രീറ്റ് വെൻഡോസ് പലതരത്തിലുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടാവാം. മറ്റു കച്ചവടക്കാരെ വെച്ച് നോക്കുമ്പോൾ സ്ട്രീറ്റ് വെൻഡോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെരുവ് കച്ചവടക്കാരാണ്. അതിലൂടെ അവർക്ക് അവരുടെ കച്ചവടത്തിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളാണ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. ഇത് മാത്രമല്ല, അവരുമായി സംബന്ധിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഈ ടോപ്പിക്കിലൂടെ നോക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ഇന്ന് 7 ടോപ്പിക്കാണ് പറഞ്ഞത്. ഈ ടോപ്പിക്കിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, മനസ്സിലാവാത്തതുണ്ടെങ്കിൽ, കൂടുതൽ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. സോൾ ഓഫ് എക്കണോമിക്സ് എന്നുള്ളതാണ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ നെയിം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ടെലിഗ്രാം ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ മെസ്സേജിന് റിപ്ലൈ തരുന്നതായിരിക്കും. മാത്രമല്ല, നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ നിരവധി പ്രൊജക്ട് ടോപ്പിക്സ് കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ മുമ്പ് കുറേ ടോപ്പിക്സ് അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കുറേ ഡീറ്റെയിൽഡ് ആർട്ടിക്കിൾസ് ഒക്കെ അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമ്മൾ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള, ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസ് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ഈ ചാനൽ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക്